രാജ്യത്തിന്റെ സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിൽ നിർണായകമായ മാറ്റങ്ങൾക്ക് വഴിവെച്ചുകൊണ്ട് അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവും വിദ്യാർത്ഥികളുടെ എണ്ണത്തിലെ ഇടിവും മൂലം 58 എഞ്ചിനീയറിംഗ് കോളേജുകൾ അടച്ചുപൂട്ടാൻ അഖിലേന്ത്യാ സാങ്കേതിക വിദ്യാഭ്യാസ കൗൺസിൽ ഉത്തരവിട്ടു. ഇതിനു പുറമെ രാജ്യത്തെ വിവിധ സ്ഥാപനങ്ങളിലായി നിലവിലുണ്ടായിരുന്ന 950-ലധികം കോഴ്സുകളും കൗൺസിൽ റദ്ദാക്കിയിട്ടുണ്ട്. ഈ അധ്യയന വർഷം മുതലാണ് ഈ സ്ഥാപനങ്ങൾ പൂട്ടാൻ AICTE ഔദ്യോഗികമായി അനുമതി നൽകിയിരിക്കുന്നത്. എന്നാൽ ഈ നടപടി നിലവിൽ കോളേജുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കില്ലെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട്. അഖിലേന്ത്യാ സാങ്കേതിക വിദ്യാഭ്യാസ കൗൺസിലിന്റെ പെട്ടെന്നുള്ള അടച്ചുപൂട്ടൽ തീരുമാനം വിദ്യാർത്ഥികൾക്കിടയിൽ വലിയ ആശങ്ക പരത്താൻ സാധ്യതയുണ്ടെന്നും നിലവിൽ ഈ സ്ഥാപനങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരെ ഇത് യാതൊരു തരത്തിലും ബാധിക്കില്ലെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ അധ്യയന വർഷം മുതൽ ഈ 58 കോളേജുകളിലും 1-ാം വർഷ വിദ്യാർത്ഥികൾക്ക് പുതിയ പ്രവേശനം അനുവദിക്കില്ല എന്നത് മാത്രമാണ് അടച്ചുപൂട്ടൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ വിവിധ വർഷങ്ങളിലായി പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് യാതൊരു തടസ്സവുമില്ലാതെ തങ്ങളുടെ പഠനം പൂർത്തിയാക്കാനും ബിരുദം നേടിയെടുക്കാനും സാധിക്കുമെന്ന് AICTE പൂർണ്ണ ഉറപ്പ് നൽകുന്നുണ്ട്. അടച്ചുപൂട്ടൽ പട്ടികയിലുള്ള 58 കോളേജുകൾ ഭൂരിഭാഗവും ഉത്തരേന്ത്യൻ പശ്ചിമേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ്. സംസ്ഥാനം തിരിച്ചുള്ള കണക്കുകൾ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ കോളേജുകൾ പൂട്ടുന്നത് ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലാണ്. ഇരു സംസ്ഥാനങ്ങളിലുമായി 12 കോളേജുകൾ വീതം പ്രവർത്തനം അവസാനിപ്പിക്കും. തൊട്ടുപിന്നിലുള്ള മധ്യപ്രദേശിൽ 8 കോളേജുകൾ പൂട്ടാൻ ഉത്തരവായിട്ടുണ്ട്. തെലങ്കാന, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിൽ 4 കോളേജുകൾ വീതവും ആന്ധ്രാപ്രദേശ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ 3 കോളേജുകൾ വീതവും അടച്ചുപൂട്ടാൻ പട്ടികയിലുണ്ട്. ഗുജറാത്ത്, കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ 2 കോളേജുകൾ വീതവും അടച്ചുപൂട്ടാൻ അനുമതി നൽകിയപ്പോൾ ഹരിയാന, ഒഡീഷ, ഉത്തരാഖണ്ഡ്, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ ഓരോ കോളേജുകൾ വീതമാണ് പൂട്ടുന്നത്. അടച്ചുപൂട്ടാൻ പോകുന്ന ഈ 58 സ്ഥാപനങ്ങളിൽ 3 എണ്ണം സർക്കാർ സഹായത്തോടെ പ്രവർത്തിക്കുന്ന എയ്ഡഡ് കോളേജുകളും ബാക്കിയുള്ള 55 സ്ഥാപനങ്ങളും സ്വകാര്യ സ്വാശ്രയ മേഖലയിൽ പ്രവർത്തിക്കുന്നവയുമാണ്. കോളേജുകൾ പൂട്ടുന്നതിന് പുറമെയാണ് രാജ്യത്ത് മറ്റു വിവിധ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലായി നിലവിലുണ്ടായിരുന്ന 950-ലധികം അനുബന്ധ കോഴ്സുകൾ AICTE റദ്ദാക്കിയത്. തൊഴിൽ സാധ്യതയില്ലാത്തതും വിദ്യാർത്ഥികൾ കുറഞ്ഞതുമായ കോഴ്സുകളാണ് റദ്ദാക്കപ്പെട്ടവയിൽ ഭൂരിഭാഗവും. തുടർച്ചയായി വിദ്യാർത്ഥികൾ കുറയുന്നതും ലബോറട്ടറികൾ, മികച്ച അധ്യാപകർ, ക്യാമ്പസ് സൗകര്യങ്ങൾ എന്നിവ ഉറപ്പാക്കുന്നതിൽ മാനേജ്മെന്റുകൾ പരാജയപ്പെടുന്നതുമാണ് സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിലെ ഈ നിലവാര തകർച്ചകൾക്ക് കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. വരും വർഷങ്ങളിൽ വിദ്യാഭ്യാസ നിലവാരം കൂടുതൽ കർശനമായി പരിശോധിക്കുമെന്ന ശക്തമായ സൂചനയാണ് AICTE ഈ നിലപാടിലൂടെ നൽകുന്നത്.